ഹലോ. ഊവൊക്കെ കേട്ടോ എല്ലാവരും? ഇന്ന് നമുക്ക് റ് എന്നുള്ള അക്ഷരം പഠിച്ചാലോ? റ് എന്ന അക്ഷരം എഴുതാനേ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. പക്ഷേ എളുപ്പമുള്ളൊരു അക്ഷരമാണ്, വളരെ എളുപ്പം എഴുതാൻ. നമ്മളിങ്ങനെ എഴുതൂലേ, ഇങ്ങനെ 8 എന്നിങ്ങനെ എഴുതില്ലേ, അതിൻ്റെ ഒരു രീതി തന്നെയാണ് റ് എഴുതുക. എങ്ങനെയാ? ഇതിവിടുന്ന് ഇങ്ങനെ ഒരു കുനിപ്പെടുത്ത് താഴത്തേക്ക് വന്ന് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങോട്ട് മാറിയൊരു ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ, അങ്ങനെയാണ് റ് എന്നുള്ള അക്ഷരം എഴുതുക. ഇനി റിൻ്റെ പാട്ടെന്താ? റ് എന്ന അക്ഷരം എഴുതേണം, ഋതുക്കൾ മാറി വരും പോലെ കൃഷികൾ മാറി ചെയ്യണം, ഋഷിയെ പോലെ ഭജിക്കണം. ഋതുക്കൾ എന്ന് പറഞ്ഞാൽ കാലങ്ങൾ, മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം. അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഭൂമിയിൽ ആ കാലത്തിനനുസരിച്ച് കൃഷി ചെയ്യണം. പിന്നെയോ ഋഷിയെ പോലെ ഭജിക്കണം. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥന വേണം നമുക്ക്. ഇതാണ് റ് വച്ചിട്ടുള്ള കുട്ടിപ്പാട്ട്. റ് എന്ന് എഴുതാൻ എളുപ്പമാണ്, എളുപ്പം പഠിക്കണം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.